പ്രിയമുള്ളവരെ, നമ്മുടെ കാട്ടാൽ പുസ്തക മേളയുടെ ഉദ്ഘാടന ദിവസമായ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കവയിത്രിയുടെ കഥാസമാഹാരം ഇവിടെ പ്രകാശനം ചെയ്തു. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രിയപ്പെട്ട കവയിത്രി തന്നെ വിശദീകരിക്കുന്നതാണ് നിങ്ങളോട്. എൻ്റെ ഒരു കഥാസമാഹാരമാണ്. ഞാൻ വളരെ സ്കൂൾ ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ കഥകളും കവിതകളും ഒക്കെ എഴുതി തുടങ്ങി. ഇതെൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ നോവലായിരുന്നു. ഇത് രണ്ടാമത്തെ ഒരു കഥാസമാഹാരമാണ്. 13 കഥകൾ ചേർന്ന ഒരു കഥാസമാഹാരം. അതിൽ തലക്കെട്ടെന്ന് പറയുന്ന കഥയാണ് അനാമികയുടെ മരണം ഒരു ഓർമ്മപ്പെടുത്തൽ. ഇന്നത്തെ സമകാലികമായിട്ടുള്ള കാലഘട്ടത്തിൽ കണ്ടുവരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ യുവതലമുറയുടെ യുവതലമുറ അതിനെക്കുറിച്ചുള്ള ഒരു വേദനയിൽ നിന്ന് ഉണ്ടായ ഒരു കഥയാണത്. അതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ കഥ വായിച്ച് അതൊരു പ്രചോദനമാവണം എന്ന്, അതായത് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിന്നൊക്കെ ഒരു വിമോചനം ഉണ്ടാവണ ഒരു തലമുറയായി ഇനിയുള്ള കാലത്തെ കുട്ടികൾ വളർന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറയ്ക്ക് അത്യാവശ്യമായിട്ട് വായിക്കേണ്ട ഒരു കഥാ സമാഹാരമാണ് പ്രിയപ്പെട്ട കവയിത്രി ഇവിടെ രചിച്ചിട്ടുള്ളത്. എല്ലാ സ്കൂൾ തലം മുതൽ എല്ലാ കുട്ടികളും, എല്ലാ വിദ്യാർത്ഥികളും, സർവകലാശാല മുതൽ കോളേജ് എല്ലാ തലങ്ങളിലും പുസ്തകം, കവയിത്രിയുടെ പുസ്തകം വായിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നു. ഇനിയും ഇത്തരത്തിലുള്ള അനാമികയുടെ മരണം എന്ന ഓർമ്മപ്പെടുത്തൽ എന്ന കഥ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് വളരെയധികം വേദന ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം പേട്ടയില് റെയിൽവേ ട്രാക്കിൽ ഒരു പെൺകുട്ടി മരിച്ചതായിട്ടുള്ള വാർത്ത വന്നിരുന്നല്ലോ. അതും ഇന്നത്തെ മയക്കുമരുന്നിന് അടിമപ്പെട്ട സംഭവം എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കഥയാണ്. ഇതിന് ബാക്കി 12 കഥകളിലും ഇന്നത്തെ സമകാലികമായിട്ടുള്ള സംഭവങ്ങളും ഞാൻ കണ്ടും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ചേർത്തുള്ള കഥകളാണ്. ഈ കഥകൾ എല്ലാവരുടെയും എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു.